ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ സ്വപ്നങ്ങൾ ജാനകി നിറവേറ്റി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു. പക്ഷേ അമ്മയെ ഇനി പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ജാനകിയും അബിയും. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? മാത്രമല്ല, ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അപർണ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു. അമ്മയുടെ മനസ്സ് മാറ്റി അല്ലെങ്കിൽ അമ്മയെ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ജാനകിയും അഭിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒപ്പം സക്കീർ ബായി ഉണ്ടായിരുന്നു. അങ്ങനെ സക്കീർ ബായി നേരെ മേരിക്കുട്ടി അമ്മയെ പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. മേരിക്കുട്ടി അമ്മയെ തിരികെ ജാനകിയുടെ അമ്മയുള്ള രാധാമണി അമ്മയുള്ള ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് രാധാമണിയോട് സംസാരിക്കുവാണ്. മേരിക്കുട്ടിയമ്മ വന്ന് സംസാരിച്ചു. പക്ഷേ എന്ത് പറഞ്ഞിട്ടും സാധാരണ മേരിക്കുട്ടിയമ്മയെ കണ്ടു കഴിഞ്ഞാൽ രാധാമണി എണീറ്റ് കെട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഒന്നുമില്ല. ആരാണ് വന്നത്? രാധാമണി വന്നു. രാധാമണിയുടെ മുഖത്ത് നോക്കിയിട്ട് മേരിക്കുട്ടിയമ്മ സംസാരിക്കുന്നുണ്ട്. പഴയ കാലങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും രാധാമണി അനുഭവിച്ച വേദനകളെക്കുറിച്ചും മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞ കഥകളെക്കുറിച്ചും ഒക്കെ രാധാമണിയോട് മേരിക്കുട്ടിയമ്മ സംസാരിച്ചു. പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ തന്നെ രാധാമണി ഇരിക്കുവാണ്. അതൊക്കെ മേരിക്കുട്ടിയും വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ടും സക്കീർ ബായും അഭിയും ഒരുപോലെ ജാനകിയോട് പറഞ്ഞു, നീ വേദനിക്കരുത് ജാനകി. ഇപ്പോൾ അമ്മ ഇങ്ങനെയാണെങ്കിൽ പോലും നിന്നേക്കാൾ ഉപരി ഇപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രസൻസ് വേണ്ടത് മേരിക്കുട്ടി അമ്മയുടെയാണ്. നിന്നെ അറിയത്തില്ല, നീ അമ്മയുടെ മകളാണെന്ന് അറിയത്തില്ല. പക്ഷേ മേരിക്കുട്ടി അമ്മയെ അറിയാമായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ മേരിക്കുട്ടിയമ്മ അമ്മയുടെ ഒപ്പം ഉണ്ടെങ്കിൽ, അരുന്ധതിക്കൊപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരും, നിന്നെ തിരിച്ചറിയും, നിന്നെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് നിന്നേക്കാൾ ഉപരി ഇപ്പോൾ മേരിക്കുട്ടി അമ്മയാണ് അമ്മയ്ക്കൊപ്പം നിൽക്കേണ്ടതെന്നും നമുക്ക് തിരിച്ചു പോകാം, തിരിച്ചു പോയിട്ട് പൊന്നൂനെയും കൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, അതാണ് ശരിയെന്ന് ജാനകിക്കും തോന്നി. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരും, ഇപ്പോൾ ഞങ്ങൾക്ക് പോയേ മതിയാകൂ, മേരിക്കുട്ടിയമ്മ കൂടെ കാണും. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മകളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും, എൻ്റെ മകളായ പൊന്നൂനെയും കൊണ്ട് ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വരും, അന്ന് അമ്മ ഞങ്ങളെ തിരിച്ചറിയും എന്ന് ജാനകി പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ജാനകി തിരികെ വീട്ടിലോട്ട് പോയി. പക്ഷേ ഈ സമയത്ത് മറ്റ് ചർച്ചകളാണ് അവിടെ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ജാനകിയുടെ ഈ ഒരു പോക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു കൊണ്ടുവരുമോ എന്നുള്ള ഒരു ടെൻഷൻ ഇപ്പോഴും അപർണയ്ക്കുണ്ട്. ഈ സമയത്ത് മറ്റൊരു സംഭവം നടക്കുകയാണ്. തമ്പി വന്നു. തമ്പി കുറച്ച് ഫയലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപർണയെ കുറെ ഫയലൊക്കെ കാണിച്ചു. അങ്ങനെ ഫയൽ കാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രഭാവതിയെ അപർണ വിളിക്കുന്നത്. പക്ഷെ പ്രഭാവതി കേട്ടിട്ടും ഒന്നും മിണ്ടിയില്ല. കുറെ നേരം അമ്മയെ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ, ചെവി കേട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ദേഷ്യപ്പെട്ടപ്പോൾ പ്രഭാവതി എണീറ്റ് വന്നു. എന്നിട്ട് കാര്യം എന്താണെന്ന് തിരക്കി. എന്നാൽ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് അമ്മയ്ക്ക് കണ്ടൂടെ, ഒരു ഗ്ലാസ് ചായ പോലും കൊണ്ടു കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അവസാനം പ്രഭാവതി ചായ കൊണ്ടു കൊടുത്തു. ചായ കൊണ്ടു കൊടുത്തപ്പോഴും പ്രഭാവതിയെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്കാരി എന്നുള്ള ഒരു നിലയിൽ പ്രഭാവതി ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ അപർണയും തമ്പിയും സംസാരിച്ചു. അപ്പോഴും പ്രഭാവതി ഒന്നും മിണ്ടിയില്ല. എന്നാൽ ആ സമയത്ത് ജാനകി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. മുത്തശ്ശിയുടെ കാര്യം അമ്മയ്ക്ക് അറിയാലോ. പിന്നെ ജാനകി ഇവിടെ ഇല്ല. ജാനകി ആണെങ്കിലും അഭിയാണെങ്കിലും ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടാണ് പോയതെന്നൊക്കെയാണ് സംസാരം. പക്ഷെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ അമ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിരിക്കും അവളുടെ തീരുമാനം എന്നൊക്കെ അപർണ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി. ഇതിനിടയിലും സൂര്യനാരായണൻ കാണുന്നുണ്ടോ ആവോ, പ്രഭാവതിയെ നീ താലി കെട്ടിക്കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് ഇവിടെ വീട്ടുപണിക്കാരി ആക്കാനായിട്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലും പ്രഭാവതിയെ കുത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ സംസാരിച്ചാലും അപർണയുടെയും തമ്പിയുടെയും ചീട്ട് കീറാൻ പോകുന്ന ദിവസങ്ങളാണെന്ന് അവര് പോലും അറിയുന്നില്ല. അങ്ങനെ ഈ സംസാരങ്ങൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമലും അപർണയും പിന്നെ നമ്മുടെ അജയും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ പ്രഭാവതി വന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അമ്മ ഇപ്പോഴാണോ, കുറേ നാളായി പ്രഭാവതി അവിടുത്തെ അടുക്കള ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നാൽ അമ്മ ഇപ്പോൾ അടുക്കള ജോലിയാണോ ചെയ്യുന്നത്, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയാണോ നോക്കുന്നത്, ആദ്യമായിട്ട് അറിയുന്ന ഒരു രീതിയിലായിരുന്നു അജയുടെ സംസാരം.
ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം അജയ് അങ്ങനെ നോക്കാറില്ലല്ലോ. സ്വന്തം കാര്യം വരുമ്പോൾ മാത്രമല്ല അജയ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് നടന്നാലും തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു നീക്കത്തിലല്ലേ അജയ് ഇപ്പോൾ നടത്തം. പൈസ എന്നുള്ള ഒരു ചിന്ത മാത്രം. അപ്പൊ അതിനെപ്പറ്റി പ്രഭാവതി പറഞ്ഞു. ഇതിനിടയിൽ മുത്തശ്ശിയെ ശരണാലയത്തിൽ കൊണ്ടാക്കിയ സംസാരവും വന്നു. അതിനിടയിലാണ് ജാനകി അമ്മയെ തേടി നടക്കുന്ന കാര്യം അജയോട് അപർണ പറയുന്നത്. മാത്രമല്ല ജാനകി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് ഇവിടെ നിർത്തുകയും എന്നിട്ട് ഇത് എന്റെ അമ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അവർക്കും കൂടിയുള്ള ആഹാരങ്ങൾ അമ്മ വെച്ച് വിളമ്പേണ്ട അവസ്ഥ വരുമെന്ന് പ്രഭാവതിയുടെ മുഖത്ത് നോക്കി അപർണ കുറ്റപ്പെടുത്തി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജാനിയേട്ടത്തി കൊണ്ടുവരുന്ന ആള് ജാനിയേട്ടത്തിയുടെ അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആരും എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജാനിയേട്ടത്തിയുടെ അമ്മ തന്നെ ആയിരിക്കും. അതിൽ എതിർപ്പ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല, അവർക്ക് ഇപ്പോൾ തന്നെ പോകാമെന്ന് അമലും പറഞ്ഞു. ജാനകിയെ സപ്പോർട്ട് ചെയ്തു. അപർണയ്ക്ക് അവിടെ വാ തുറക്കാനായിട്ട് പറ്റിയില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അമലിന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും, അല്ലെങ്കിൽ വലിയൊരു വഴക്കാകും, വലിയൊരു പൊട്ടിത്തെറിയാകുമെന്ന് ജാനകിക്ക് അവിടെ അപർണയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അപർണ ഒന്നും മിണ്ടാതിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ആ സംസാരം തന്നെ അവിടെ നിർത്തി. പക്ഷേ അപർണ ഇതിൽ നിന്നും പിന്മാറിയില്ല. എങ്ങനെയെങ്കിലും ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണം, ഇവിടെ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കണം, അവസാനം എല്ലാവരും ഇവിടെ നിന്നും അടിച്ചിറക്കണം, ഈ സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നൊക്കെയാണ് അപർണയുടെ മനസ്സിലെ ചിന്ത. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് കഴിഞ്ഞ് തമ്പിയെ വിളിക്കുകയും പിന്നെ തമ്പിയും അപർണയും തമ്മിൽ ചെറിയ ചെറിയ ഗൂഢാലോചനകൾ നടക്കുന്നത്. എന്നാൽ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അമ്മയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് സ്വത്തുക്കൾ കൈക്കലാക്കണം. അമലിനോട് ഇതിനെപ്പറ്റി അജയ് വീണ്ടും ചോദിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, സ്വത്തുക്കൾ ഭാഗം വെക്കാനായിട്ട് നിനക്ക് താല്പര്യമുണ്ടോ എന്ന്. എന്നാൽ ഞാൻ അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് 1 വർഷം കഴിയാതെ ഞാൻ ഒരിക്കലും ഈ ഒരു സ്വത്തുക്കൾ ഭാഗം വെക്കുന്നതിൽ കൂട്ടു നിൽക്കത്തില്ല എന്ന് അമൽ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് അജയ്ക്ക് ഇനി ഒരു രക്ഷയില്ല. അജയ് നേരെ അമ്മയെ പോയി കണ്ടു. അമ്മയെ പോയി കണ്ടതിന് ശേഷം അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രഭാവതി അജയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞു. പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നീ എന്നെ അന്വേഷിച്ച് വരും, ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മ എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നീ നിൽക്കുന്നതെന്നും നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, അന്ന് അച്ഛനെയും എന്നെയും തെറ്റിച്ചതെല്ലാം നീയാണെന്ന് പറയുമ്പോഴാണ് അജയ് ഒടുവിൽ ആ സത്യം പ്രഭാവതിയോട് തുറന്നു പറയുന്നത്. അമ്മ വിചാരിക്കുന്നത് പോലെ അച്ഛന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു, അച്ഛൻ എണീറ്റ് നടക്കുമായിരുന്നു, തമ്പിയെ അടിച്ചൊടുക്കിയത് അച്ഛനാണെന്നൊക്കെ അജയ് പറയുകയും അത് വിശ്വസിക്കാനായിട്ട് പ്രഭാവതി തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് അജയ് പറയുന്നത്, ഞാൻ അന്ന് അച്ഛൻ മരിക്കുന്നതിന് തലേദിവസം ഒരു ആവശ്യത്തിന് ഞാൻ വെറുതെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ, വെള്ളം കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് പതുക്കെ നടന്ന് അമ്മയുടെ റൂമിലോട്ട് പോകുന്നത് കണ്ടു എന്ന് അജയ് പ്രഭാവതിയുടെ മുഖത്ത് നോക്കി പറയുവാണ്. ഇത് കേട്ടപാടെ തന്നെ പ്രഭാവതി ഭയങ്കര ഷോക്കായിപ്പോയി. എണീറ്റ് പോലും നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സൂര്യനാരായണൻ പിന്നെ എങ്ങനെ എണീറ്റ് നടന്നു? ഇനിയിപ്പോൾ അജയ് കള്ളം പറയുന്നതാണോ എന്നായിരുന്നു പ്രഭാവതിയുടെ ചിന്ത. എന്നാലും ഇനി എന്ത് സംഭവിക്കാം, അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. പക്ഷേ ഇനി എന്തായാലും അജയുടെ നീക്കങ്ങളെല്ലാം തകരുകയും അജയുടെ പതനം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. എല്ലാവരും പറയുന്നത് പോലെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, തെറ്റ് ആര് ചെയ്താലും ഒരു നാൾ ശത്രുക്കൾക്ക് ഒരു തിരിച്ചടി കിട്ടുകയും നല്ലവരായ എല്ലാവർക്കും ഒരു നന്മ കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്നത് പോലെ ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു. ഇനി അമ്മയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അപർണയും തമ്പിയും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ അജയ്ക്കും ഒരു മുട്ടൻ പണി കിട്ടും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.